അല്ലാഹു തആല ശരിയായ വിശ്വാസങ്ങൾ നമുക്ക് ഉദാഹരിച്ചു തരികയാണ്. കശജറത്തിൻ ത്വയ്യിബാ, അതൊരു നല്ല വൃക്ഷത്തെ പോലെയാണ്. ശരിയായ ഇസ്ലാമിക വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല വൃക്ഷത്തെ പോലെയാണ്. എന്താണ് ആ വൃക്ഷത്തിന്റെ സവിശേഷത? വാനലോകത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾക്ക് ആ വൃക്ഷത്തിന്റെ ചില്ലകളിൽ കൂടുകൂട്ടാൻ കഴിയുകയാണ്. ആ വൃക്ഷത്തിന്റെ പഴവർഗ്ഗങ്ങൾ ആഹരിക്കാൻ കഴിയുകയാണ്. ആ വൃക്ഷത്തിന്റെ താഴ്ഭാഗത്തിലൂടെ യാത്ര ചെയ്യുന്ന യാത്രികന് തണല് കൊള്ളാൻ ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ ഉപയോഗപ്പെടുകയാണ്. സർവോപരി സകലമാന ചരാചരങ്ങൾക്കും ഗുണപ്രദമാകുന്ന ഒരു വൃക്ഷത്തിന് തുല്യമാണ് നല്ല വിശ്വാസമെന്ന് ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. ഇതുപോലെയാണ് ശരിയായ സത്യവിശ്വാസി എന്ന് പറയുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു സമ്പൂർണനായ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ നാക്കിൽ നിന്ന്, നോക്കിൽ നിന്ന്, കർമ്മപദങ്ങളിൽ നിന്ന്, അവന്റെ ചുറ്റുപാടുകളിലും താമസിച്ചുകൊണ്ടിരിക്കുന്ന സഹജീവികൾ അവനിൽ നിന്ന് സമ്പൂർണമായ നിർഭയത്വം അനുഭവിക്കുമ്പോഴാണ് അവൻ സമ്പൂർണമായ വിശ്വാസിയാകുന്നത്. കാശ്മീരിന്റെ പറുദിസയിലേക്ക് ടൂറിസ്റ്റുകളായി കടന്നു പോകുന്ന നിരപരാധികളായ മനുഷ്യരുടെ നെഞ്ചിലേക്ക് തോക്ക് ചൂണ്ടിയിട്ട് പറയിപ്പിക്കുവാനും അതുപോലെ ചോദിപ്പിക്കുവാനുമുള്ളതല്ല വിശുദ്ധമായ കലിമത്തു തൗഹീദ്. ആ നിരപരാധികളുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത് ഇവിടെ സ്ഥാപിക്കപ്പെടേണ്ടതല്ല സത്യവിശ്വാസം എന്ന് പറയുന്നത്. ആ സത്യവിശ്വാസം എന്ന് പറയുന്നത് സഹജീവികൾക്ക് സുരക്ഷിതത്വം നൽകുന്നതാണ്, സഹജീവികൾക്ക് നിർഭയത്വം നൽകുന്നതാണ്. അതേ സമയത്ത് നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിന്റേത് ആയും അല്ലാത്തതായും പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം അപക്വമതികളായ എല്ലാ മതങ്ങളിലുമുള്ള മനുഷ്യവിരുദ്ധരായ തീവ്രവാദികൾ, ആ തീവ്രവാദികൾ ഇന്ന് രണ്ടു രാജ്യങ്ങളുടെ സ്വസ്ഥം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം എന്ന് പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് ആഘോഷിക്കപ്പെടാനുള്ളതല്ല. ശത്രുക്കളാണെങ്കിലും മിത്രങ്ങളാണെങ്കിലും ലോകത്തുണ്ടാകുന്ന ഏതൊരു യുദ്ധത്തിന്റെയും കെടുതികൾ ഈ ലോകത്തിന്റെ സകലമാന പ്രകൃതിയും പരിസ്ഥിതിയും പൗരന്മാരും ഒരുപോലെ അനുഭവിക്കുന്ന ദുരന്തമാണ്. അതുകൊണ്ട് ആ ദുരന്തങ്ങളിലേക്ക് രണ്ടു രാജ്യങ്ങളെ വലിച്ചടച്ചത് അപക്വമതികളായ ഏതാനും ചില തൽപര കക്ഷികളുടെ അപക്വമായ അക്രമവാസനയാണെങ്കിൽ ഒരു നല്ല സത്യവിശ്വാസിയിൽ നിന്നൊരിക്കലും അത് പ്രകടമാവുകയില്ല. തന്റെ കുതിരപ്പുറത്ത് സവാരിക്ക് തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്റെ കുതിരപ്പുറത്ത് കയറിയ ആ ടൂറിസ്റ്റിന്റെ നേരെ ആ മുസ്ലിം നാമധാരിയായ തീവ്രവാദി വന്ന് വെടിയുതിർക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി ആ കൂടെയുള്ള യാത്രികനെ സംരക്ഷിക്കാൻ വേണ്ടി സാഹസപ്പെട്ട് മുസ്ലിം നാമധാരിയായ തീവ്രവാദിയുടെ വെടിയേറ്റു മരിച്ച മുസ്ലിമുണ്ട്. അതാണ് ഇസ്ലാമിലെ ജിഹാദി എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിലെ ധർമ്മസമരം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹജീവികൾക്ക് സുരക്ഷിതത്വം നൽകുന്ന, തന്നെ കൊണ്ട് ഇവിടെ ആതിര എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ പെണ്ണ് ആ കാശ്മീരിൽ തന്റെ പ്രിയപ്പെട്ട പിതാവ് തന്റെ കൺമുമ്പിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ ഈ സാമൂഹ്യ കേരളത്തിന്റെ അകത്തളങ്ങളിൽ അന്ധചിത്രതകളെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന തീവ്രവാദികളും ആ ഒരു വിശ്വാസിനെ എടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ തന്റെ പിതാവ് മരണപ്പെട്ടതിന്റെ ദുഃഖഭാരം പേറി നടക്കുന്ന അതേ സമയത്തു തന്നെ മലയാളികളുടെ മുമ്പിൽ വന്നുകൊണ്ട് ആതിര പറഞ്ഞൊരു വാക്കുണ്ട്, ആ കാശ്മീരിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് എനിക്ക് കിട്ടിയ രണ്ടു ആങ്ങളമാരുണ്ട്, എനിക്ക് കിട്ടിയ രണ്ടു സഹോദരന്മാരുണ്ട്, അത് കാശ്മീരിലെ കറകളഞ്ഞ മുസ്ലിം ചെറുപ്പക്കാരാണ്. സുഹൃത്തുക്കളെ, കശജറത്തിൻ ത്വയ്യിബാ, നല്ല വിശ്വാസിക്ക് സഹജീവികൾക്ക് ദുരന്തം വിതക്കാൻ കഴിയില്ല. ഇവിടെ ഇന്ന് ഈ രണ്ട് രാജ്യങ്ങളുടെ സ്വസ്ഥം കെടുത്തുന്ന ആ രാജ്യത്തിന്റെ രണ്ട് ദിക്കുകളിലും പ്രകൃതിക്കും പരിസ്ഥിതിക്കും അവിടെയുള്ള ജീവജാലങ്ങൾക്കും അപകടം വരുത്തുന്ന ഒരു ദുരന്തത്തിലേക്ക്, വിനാശത്തിലേക്ക് ഒരു സമൂഹത്തെ വലിച്ചിഴച്ചത് ഇതുപോലെയുള്ള ചീത്ത വിശ്വാസികളാണ്. എന്നാൽ ഇസ്ലാം അത്തരം ചീത്ത വിശ്വാസങ്ങളെ നിരാകരിക്കുന്ന പ്രത്യാശാസ്ത്രമാണ്. ചീത്തയായ നിർമ്മിതമായ വ്യാജമായ വിശ്വാസകർമ്മങ്ങളുടെ ഉദാഹരണം എന്ന് പറയുന്നത് അതൊരു ചീത്തയായ ചെടിയെ പോലെയാണ്. ആ ചീത്തയായ ചെടിയിൽ നിന്ന് ഒന്നിനും ഒരു ഗുണവുമില്ല. ഭൂമിയുടെ പ്രതലങ്ങളിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്ന മുള്ളുകളും അതുപോലെ വള്ളിക്കെട്ടുകളുമുള്ള ഒരു ചെടിയാണത്. അത് ആർക്കും തന്നെ ഉപകാരം വിതക്കുകയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ കേരളത്തിന്റെ പ്രബുദ്ധതയിൽ എവിടെയാണ് വിഭാഗീയതയുടെ മതിൽക്കെട്ടുകൾ ഇവിടെയുള്ള മതവിഭാഗങ്ങൾക്കിടയിൽ വന്നത്? സാമൂഹ്യ മാധ്യമങ്ങളിൽ എങ്ങനെയാണ് ഇതര മതങ്ങളുടെ പ്രമാണങ്ങൾ എടുത്ത് വ്യാഖ്യാനിച്ച് പരസ്പരം പഴിചാരുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണത വന്നത്? ഒരു ബഹുസ്വര രാജ്യത്ത് ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ എത്രയായി, പതിറ്റാണ്ടുകൾ എത്രയായി? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മഹാമനീഷിയാണ് മഹാനായ അജ്മീർ ഖാജ തങ്ങള്. സഹോദരങ്ങളെ, അവരാരും തന്നെ ഇതര മതങ്ങളുടെ പ്രമാണങ്ങൾ ബഹുസ്വര സമൂഹത്തിന്റെ കവലയിൽ വന്നുകൊണ്ട് വ്യാഖ്യാനിച്ച് അവരെ വേദനിപ്പിച്ചിട്ടില്ല, അവരുടെ വിശ്വാസങ്ങൾക്ക് മുറിവുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സമൂഹം നമ്മുടെ പ്രമാണങ്ങളെ ആദരിച്ചിട്ടുണ്ട്, നമ്മുടെ വിശ്വാസങ്ങൾ
വിശ്വാസങ്ങൾക്ക് ബഹുമാനം നൽകിയിട്ടുണ്ട്. എന്നാൽ എവിടെ മുതലാണ് ഈ രാജ്യത്ത് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകളെടുത്ത് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന പ്രവണതകൾ ആരാണ്? ഈ കുടം, ഈ ഭൂതത്തിന്റെ കുടം തുറന്നു വിട്ടത് ആരാണ്? സഹോദരങ്ങളെ, ഇവിടെയുള്ള വഹാബി പൗരോഹിത്യം ബഹുസ്വര സമൂഹത്തിന്റെ കവലകളിൽ വന്നുകൊണ്ട് ഇവിടെയുള്ള ബൈബിൾ വ്യാഖ്യാനിക്കുകയാണ്, രാമായണം വ്യാഖ്യാനിക്കുകയാണ്. വൈകുന്നേരം അമ്മക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി അങ്ങാടിയിൽ വന്ന ക്രൈസ്തവന്റെ മനസ്സുകളിൽ അവന്റെ വേദഗ്രന്ഥത്തെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും വിധമുള്ള പരാമർശങ്ങൾ കേൾക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ ക്രിസംഗികളെ സൃഷ്ടിക്കപ്പെടുന്നതിൽ അത്തരം ചില വിഷലിപ്തമായ പ്രബോധന രീതികൾക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട് എന്ന് സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരികയാണ്. ഈ ഒരു പ്രവണത ഈ സമൂഹത്തിന്റെ മനസ്സുകളെ, അതിന്റെ പ്രത്യാഘാതം എന്താണ്? ഈ ഇതര മതങ്ങളിൽപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ ഖുർആൻ അവരുടെ ഇച്ഛപ്രകാരം വ്യാഖ്യാനിച്ച് അള്ളാഹുവിനെ തെറി പറയുന്ന പ്രവണതകളുണ്ടായി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ വളരെ മലീമസമായി, വളരെ അപഹാസ്യമായി അവതരിപ്പിക്കുന്ന പ്രവണതകളുണ്ടായി. ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന്റെ ഖുർആൻ നേരത്തെ നമുക്ക് തന്ന മുന്നറിയിപ്പ് എന്താണോ ആ മുന്നറിയിപ്പിന്റെ അനുഭവ സാക്ഷ്യങ്ങളായി അത്തരം അപക്വമായ പ്രബോധനങ്ങൾ നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. ഇവിടെ പൂർവ്വസൂരികളായ ആളുകൾ നടത്തിയ ഒരു പ്രബോധനമുണ്ട്. ആ പ്രബോധനം മുസ്ലിമായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ്. നമ്മുടെ അസ്തിത്വവും വ്യക്തിത്വവും നിലനിർത്തി നമ്മുടെ തൗഹീദിന് യാതൊരു പരിക്കും പറ്റാത്ത വിധം ഇതര ജനസമൂഹത്തിന് ഒരു ബഹുസ്വര രാജ്യത്ത് നാമുമായി ഇടപഴകാനുള്ള ഒട്ടനവധി വേദികൾ ഇസ്ലാമിലുണ്ടായിരുന്നു. മലബാറിലെ ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചയുണ്ട്. ആ നേർച്ച പലയിടങ്ങളിലും ആ നേർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെയുള്ള അമുസ്ലിമീങ്ങളാണ്. കവലകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടിയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ചില ഗ്രാമങ്ങളിലെങ്കിലും ആ നാട്ടിലുള്ള രാമനാണ്. ഈ വിധം നമ്മുമായി ഇടപെടാൻ ഇവിടെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടിൽ ഒരു ദർഗയുണ്ടെങ്കിൽ, ഒരു ജാറമുണ്ടെങ്കിൽ ആ ജാറത്തിന്റെ പരിസരങ്ങളിൽ സമാധാനം തേടി കടന്നു വരുന്ന ആ ബാലവൃതം വരുന്ന മനുഷ്യരിൽ ഈ രാജ്യത്തെ മുസ്ലിമുണ്ട്, ഈ രാജ്യത്ത് ആ മുസ്ലിമുണ്ട്, ഈ രാജ്യത്ത് വിവിധങ്ങളായ ജനവിഭാഗങ്ങളുണ്ട്. നമ്മുടെ നാടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു സയ്യിദ് ഉണ്ടായാൽ, ഒരു തങ്ങളുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു സൂഫിവര്യനായ ഒരു പണ്ഡിതനുണ്ടായാൽ ആ പണ്ഡിത സാദാത്തുക്കളുടെ സവിധത്തിലേക്ക് ഒഴുകി വരുന്ന ജനവിഭാഗങ്ങളിൽ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയുടെ പരിച്ഛേദത്തെ സഹോദരന്മാരെ നമുക്ക് പകർത്തിയെടുക്കാൻ കഴിയുകയാണ്. എന്നാൽ ഇവിടെ വഹാബി ആശയം അവിടെയെല്ലാം മതിൽ കെട്ടുകയാണ്. മഖബറകൾ മതവിരുദ്ധമായി ചിത്രീകരിക്കുകയാണ്. അതുപോലെ സൂഫിവര്യന്മാരും സാദാത്തുക്കളും ഈ ഉമ്മത്തിലെ അപകടകാരികളായി അടയാളപ്പെടുത്തുന്ന പ്രചാരണങ്ങൾ നടക്കുകയാണ്. എന്തൊക്കെ ബഹുസ്വര സമൂഹത്തിൽ കൊള്ളാനും കൊടുക്കാനും നമ്മുടെ അസ്തിത്വം അപകടപ്പെടാതെ കഴിയുന്ന വഴികളുണ്ടായിരുന്നു, അവിടെയെല്ലാം അവർ അന്ധചിത്രതകളെ സൃഷ്ടിച്ചെടുക്കുകയാണ്. ചീത്തയായ വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതൊരു ചീത്ത ചെടിയെ പോലെയാണ്. ഒരു ഉപകാരവും ഇല്ല, അരാജകത്വമാണ്, അസഹിഷ്ണുതയാണ്, വെറുപ്പുൽപാദനമാണ്. ആ ആശയധാര ഇവിടെ പുറത്തുവിട്ട് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്.